നിർമ്മലേ, എഴുന്നേക്കടി. ചെയ്യാനുള്ള പൂജകളുടെ കാഠിന്യത്തെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ നീ എന്താ ഈ കാണിക്കുന്നേ? വിശന്നിട്ടാ അമ്മേ. ഓരോ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുമ്പോഴേ വിശപ്പുണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു. ഇനി 41 ദിവസം കഴിഞ്ഞിട്ടല്ലാതെ ഇതൊന്നും നിനക്ക് വിധിച്ചിട്ടില്ല. ചെല്ല്, ഗാഥമോള് പൂജാമുറിയിലുണ്ട്. ഗാഥമോളുടെ കൂടെ പോയിരുന്ന് ഉപവാസം അനുഷ്ഠിച്ചോ. പറഞ്ഞത് കേട്ടില്ലടി. അതെ, കുടുംബപരമായ പൂജയ്ക്ക് വിഘ്നം വരുത്തിയവളാ ഇവള്. അവളെ ഭക്ഷണം കഴിപ്പിക്കാനോ പൂജയിൽ നിന്ന് വിലക്കാനോ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടെങ്കില് ഇവളിരിക്കുന്ന അതേ അവസ്ഥയില് നിങ്ങളും ഇരിക്കേണ്ടി വരും. കൈ കഴുകിട്ട് ചെന്നിരിക്കാൻ പറഞ്ഞില്ലടി. അത് വായിൽ തൊട്ടുപോകരുത്. നവീൻ ഭക്ഷണം കഴിക്കാതെ പോയപ്പോ അവരെല്ലാരും കൂടി എഴുന്നേറ്റ് പോയി. എനിക്ക് ഭക്ഷണം വിളിക്കപ്പോ നിങ്ങൾക്കൊന്നും എഴുന്നേക്കാൻ തോന്നിയില്ലല്ലോ. നല്ല വിശപ്പുണ്ട് തമ്മലെ, അല്ലെങ്കിൽ കൂടെ വരായിരുന്നു. ഇഷ്ടംമാര് നീ കഴിക്കാൻ നോക്കി. അവന്റെ സ്നേഹം കണ്ടോ നന്ദേട്ടാ? എന്തൊരു കെയറാണെന്നോ ഗാഥമോളെ. എനിക്കതിൽ അതിശയൊന്നുമില്ലടോ. സ്നേഹം കൊടുത്ത് ഓമനിച്ച് വളർത്തിയത് നീയല്ലേ. ഈ അമ്മ വളർത്തിയ മകൻ എങ്ങനെയാ സ്നേഹമില്ലാത്തവനാകുന്നേ? ഇന്ന് ഞാനും അമ്മയും നവീന്റെ മാറ്റത്തെക്കുറിച്ച് തന്നെ പറയായിരുന്നു. എത്രയോ തവണ നമ്മള് ഒരു കുടുംബം ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവനത് ചിരിച്ചു തട്ടിക്കളഞ്ഞു. പക്ഷേ വരേണ്ട ആള് വന്ന് കയറിയപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റം സംഭവിച്ചത് കണ്ടില്ലേ? പൂജയൊക്കെ നന്നായി നടക്കട്ടെ നന്ദേട്ടാ. നമ്മുടെ മോനെ എന്നും നമുക്ക് സന്തോഷത്തോടെ കാണാം. അയ്യോ, എന്താ നിർമ്മലേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? നിങ്ങളുടെ സുഖിച്ചു കിടന്ന് ഉറങ്ങുമല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിർമ്മലേ? അതെ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ?
നേരം വണ്ണം ഭക്ഷണം കഴിച്ചിട്ടില്ല. കിട്ടുന്നെന്താ പാലും പഴവും. ഞാനെന്താ തത്തമ്മയോ? ഞാനല്ലല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, നിന്റെ അമ്മയല്ലേ. പക്ഷെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നു തീരുമാനിക്കുമായിരുന്നു. അതെന്തിനി? നീ ചെയ്തിട്ടുള്ള തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഞാനത് ഇഴന്നു വാങ്ങേണ്ട കാര്യമുണ്ടോ? ഓ, ഇപ്പൊ അങ്ങനെയാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കിടക്കണം. നിനക്ക് വ്രതമല്ലേ? വ്രതം എടുക്കുമ്പോ നമ്മൾ ഒരുമിച്ച് കട്ടിൽ കിടക്കാൻ പാടില്ല. ആര് പറഞ്ഞു കട്ടിൽ ഒരുമിച്ച് കിടക്കണമെന്ന്? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നു മുതൽ വരാന്ത ചെന്ന് കിടക്ക്. വരാന്തേല്? പിന്നല്ലാണ്ട്. അപ്പോഴേ നിങ്ങക്ക് മനസ്സിലാവൂ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന്. ചെല്ലു പോ, പുറത്തേക്ക് പോ. എന്റെ നിർമ്മല, നീ വേണമെങ്കിൽ ഈ കട്ടിലിൽ കിടന്നോ, അതിനെനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഈ തറയിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും നീ എന്നെ അടിച്ച് പുറത്താക്കിന്ന്. അയ്യോ, അതിന്റെ പേരിലുള്ള നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ചെല്ലാൻ നോക്കൂ, പോ. നിർമ്മല, ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ കണ്ടതാ. എന്നിട്ട് എന്റെ കാലിൽ കുത്തി മമ്മി. എനിക്ക് പേടിയാവുന്നു മമ്മി, എനിക്ക് പേടിയാവുന്നു. മോളെ, ഇവിടെ ഒന്നും ഇല്ല. മോള് സ്വപ്നം കണ്ടതാ. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് കിടന്നു നീ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നേ? അതുകൊണ്ടല്ലേ? ഞാൻ കൃഷ്ണ പാമ്പ് കൊത്തി മരിക്കുമെന്ന് ചോദിച്ചതുകൊണ്ടാണോ? അതും ഒരു കാരണമാവാം. ആരുടെ മരണം നമ്മൾ ആഗ്രഹിക്കണ്ട. നമ്മുടെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു പോയതാ. മോളുടെ നന്മയ്ക്കായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ മോൾ അങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കാൻ പാടുണ്ടോ? മനസ്സിലായോ നിനക്ക്? എപ്പോഴും ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമോ മമ്മി? സർപ്പശാപ് അവൾക്കല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കാണുന്നേ? അതിന് മറുപടി പറയാൻ എനിക്ക് അറിയില്ല മോളെ. അതൊക്കെ മനസ്സിന്റെ തോന്നലുകളല്ലേ.